ഹായ് ഗായ്സ്, ജന്തർ മന്ദറിലായിരുന്നു നമ്മൾ ഇത്രയും നാളും. അവരെല്ലാവരും തിരിച്ചു വരിക. കാരണം അതിനും വലിയ ഫണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ചെറുപ്പം മുതൽ നമ്മളൊക്കെ PSC പഠിക്കുന്ന വീട്ടുകാർ പറയും ജോലി വാങ്ങണം, ഒരു ഗവൺമെന്റ് ജോലി വാങ്ങണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒന്നരങ്ക് വകെ എനിക്ക് പോലും ജോലി തരാനില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇവരേക്ക് പ്രോത്സാഹിപ്പിക്കുക? അതെ ഗൈസ്, നമ്മൾ PSCനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. PSC പബ്ലിക് സർവീസ് കമ്മീഷൻ, കോമഡി ഓർ വാട്ടവർ. 1ാം റാങ്ക് പഠിച്ചവർക്ക് ജോലിയില്ല. പലതരം സ്കാമുകൾ കേട്ടിട്ടുണ്ട് നമ്മൾ. ഇവിടെ നടന്നിരിക്കുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഒരു PSC എക്സാം നടത്തിയാണ്. പിണറായി സർക്കാരിന്റെ സമയത്ത് നടത്തിയ ഒരു PSC എക്സാമിന്റെ കാര്യം പറയാം. പരീക്ഷയ്ക്ക് പകുതി മാർക്ക് പോലും മേടിക്കാത്ത ഒരുത്തൻ, അവന് 1ാം റാങ്ക് കിട്ടാൻ വേണ്ടി അവൻ പൊട്ടത്തെറ്റായ മാർക്കുകൾ എഴുതിയ ക്വസ്റ്റ്യനുകളെല്ലാം ഒഴിവാക്കി. ഞങ്ങളുടെ നേതാവിന് അറിയാത്ത ക്വസ്റ്റ്യൻ എന്തിനാടാന്ന് ചോദിച്ചിട്ട്, എന്നിട്ട് 100ൽ 40 കിട്ടിയവൻ 1ാം റാങ്ക്. കേരള PSCന്റെ ആസൂത്രണ ബോർഡിലേക്കുള്ള എക്സാമാണ്. ഈ 1ാം റാങ്കുകാരൻ ഈ 10 ചോദ്യങ്ങളുടെ ഉത്തരവും തെറ്റിച്ചു. അതായത് ചിലത് അയാൾ എഴുതിയിട്ടുണ്ട്, പക്ഷേ അത് ഉത്തരം തെറ്റായിരുന്നു. പക്ഷെ ആ ചിലത് എഴുതാൻ വിട്ടുപോയി. അങ്ങനെ 10 ചോദ്യങ്ങൾ എഴുതിയില്ല. അതായത് അയാൾക്ക് 1ാം റാങ്കുകാരന് 58 മാർക്കും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ 1ാം റാങ്കുകാരനെ സഹായിക്കാനായി പരീക്ഷ എഴുതിയ മറ്റു പേരുടെയും ഇതേ 10 ചോദ്യങ്ങൾ 58 മാർക്കിൻ്റെയും ചോദ്യങ്ങൾ ഒഴിവാക്കി സഹായിച്ചു. അതായത് പുള്ളിക്ക് 1ാം റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷ. ഇങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ പരീക്ഷ നടത്തുന്നത്? നിങ്ങൾ ഓഫീസിൽ നിന്ന് തീരുമാനിച്ചാൽ പോരെ അറിയാന്ന് വെച്ചാൽ. ഏറ്റവും വിശ്വസനീയമായ ഒരു ഭരണഘടനാ സ്ഥാപനമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന സ്ഥലത്ത് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നു. റിഗ്ഗഡാ, PSC റിഗ്ഗഡാണ്. ഇന്നേക്ക് 27 ദിവസമായിരിക്കുന്നു LPSA റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം. 3 ദിവസമായി വളർമതി എന്ന ഉദ്യോഗാർത്ഥി ഇവർക്ക് വേണ്ടി നിരാഹാരം അനുഷ്ഠിക്കുകയാണ് നമ്മുടെ ഈ കേരളത്തിൽ. ഇത് ടീച്ചർ ആവാൻ വേണ്ടി എക്സാം എഴുതിയവരുടെ സമരമാണ്. അവർ ലിസ്റ്റിൽ വന്നു, റാങ്ക് ഉണ്ട്, എന്നിട്ടും അവർക്ക് ജോലിയില്ല. 1 വർഷത്തിന് മുകളിലായി. പേരും മഴയായിട്ട് എല്ലാ സ്ഥലത്തും വെള്ളം കയറിയിട്ടാണുള്ളത്. പക്ഷെ ഈ പേരും മഴയത്തും ഒരു കൂട്ടം ആളുകൾ സമരത്തിലാണ്. സയൻസ് നല്ല ടഫായിരുന്നു, ചൂക്കുമ്പം നല്ല ടഫായിരുന്നു, സൈക്കോളജി പക്ഷേ കുറച്ചുകൂടി ടഫായിരുന്നു. 9ാം റാങ്കോ ടഫാന്ന് മനസ്സിലായി. ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ടീച്ചറെ, ഞാൻ ടീച്ചറിന്റെ വീഡിയോ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു. 9ാം റാങ്ക് കിട്ടിയിട്ട് വൈറലായിട്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഈ തണുത്ത് വിറച്ച് ഈ മഴയത്ത് എന്നിട്ട് സമരം ചെയ്യുമ്പോ എന്ത് പറയുന്നു? അന്ന് നമ്മൾ ഒരുപാട് ചിരിച്ച ട്രോൾ വീഡിയോ ആയിരുന്നു. ഇപ്പൊ ഇതാണ് അവസ്ഥ പറഞ്ഞത്. എല്ലാരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ 9ാം റാങ്ക് എന്ന് പറഞ്ഞിട്ട് റീൽ ഇറങ്ങിയ ആളല്ലേ. ലിസ്റ്റ് വന്നതിന് ശേഷമാണ്. എന്നാ 9ാം റാങ്ക് ഉണ്ട്, എല്ലാരും പറഞ്ഞു ആദ്യ വർഷം തന്നെ റാങ്ക് ഉള്ളത് കൊണ്ട് കേറാൻ പറ്റും. പക്ഷെ ഈ അവസ്ഥ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഈ സമരം ചെയ്യേണ്ടി വരും. ഈ രാത്രിയില് നമ്മള് കുടുംബത്തിനോടൊപ്പം സ്പെൻഡ് ചെയ്യേണ്ട ടൈമാണ്. ആ സമയം നമ്മൾ ഇവിടെ വന്ന് ഇരുന്ന് സമരം വിളിച്ച് മഴ നനഞ്ഞ് പനി പിടിച്ച് തണുത്ത് വിറച്ച് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇനി ഒരു PSC ഉദ്യോഗാർത്ഥിക്ക് വരുന്നത്. പക്ഷെ ഓരോ ഉദ്യോഗാർത്ഥിയും വന്ന് ഇവിടെ ഇങ്ങനെ പലരും കരഞ്ഞിട്ട് പോകുന്ന വീഡിയോസ് എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും, ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും വിചാരിച്ചില്ല എനിക്കിങ്ങനെ വന്ന് നിൽക്കേണ്ടി വരുമെന്നുള്ള ഒരു കാര്യം. ഇതൊരു ജെൻസി സമരം ആയിരുന്നില്ല ഗൈസ്. അതാ കുട്ടികളുള്ള ആളുകൾ വരെ വന്നിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാണ്. ജോലി ഇല്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? പഠിച്ചിട്ട് റാങ്ക് നേടിയാലും ജോലി കിട്ടില്ല പറഞ്ഞാൽ. ഞാൻ പ്രൊഫഷണലി ഒരു ടീച്ചറാണ്. അപ്പൊ ടീച്ചിങ് ജോബാണ് ഞാൻ നോക്കുന്നത്. ഈ ടീച്ചിങ് ക്വാളിഫിക്കേഷന് വേണ്ട കേറ്ററ്റും പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ സീറ്ററ്റും ഒക്കെ എന്റെ കയ്യിലുണ്ട്. ഈ ട്രിവാൻഡ്രത്തുള്ള ഒട്ടുമിക്ക എല്ലാ ഗവൺമെന്റ് സ്കൂളിലും വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഉണ്ട്. അത് മാത്രമല്ല കുറച്ച് CBSE സ്കൂളിലും പിന്നെ ഒരു ബ്രിട്ടീഷ് സ്കൂളിലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വേറെയും ഉണ്ട്. ഇതെല്ലാം കൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി നമ്മൾ ഇന്റർവ്യൂവിന് പോയതാണ് കേട്ടോ. അവരെന്നോട് ചോദിച്ചത് 60 ലക്ഷം രൂപയാണ്. 60 ലക്ഷം രൂപയ്ക്ക് മേലെ എത്ര രൂപയാണ് എനിക്ക് തരാൻ പറ്റുക എന്നുള്ളത് ഈ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഞാൻ അവിടെ കാണുന്ന ബോക്സിൽ ഇടാനാണ് അവരെന്നോട് പറഞ്ഞത്. ഞാൻ അവിടുത്തെ സീലോ അല്ലെങ്കിൽ സ്കൂളിന്റെ പേരോ ഒന്നും തന്നെ പറയുന്നില്ല. കാര്യം ട്രിവാൻഡ്രത്ത് നിന്നുള്ളതല്ല, കേരളത്തിലെ എല്ലാ സ്കൂളിലും ഇങ്ങനെ തന്നെയാണ്. 60 ലക്ഷം രൂപ. ചില സ്കൂളുകളൊക്കെ 80 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 80 ലക്ഷം എന്ത് നമ്മൾ ഇവർക്ക് കൊണ്ട് കൊടുത്തിട്ട് ഇവരത് ബാങ്കിൽ കൊണ്ടുപോയിട്ട് അതിന്റെ പലിശ മാസം നമുക്ക് സാലറി ആയിട്ട് തരുവാണോ? അതിന് നമ്മൾ പണി കൊടുക്കണോ? എടാ, എന്റെ വീട് സ്ഥലം വിറ്റിട്ട് ഒരു കിഡ്നിയും കൂടി വിറ്റ് അത്ര പൈസ കിട്ടൂല. ഒരു ടീച്ചർ ആവാൻ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? പഠിക്കേണ്ട സമയത്ത് പഠിച്ച് നടക്കാതെ വല്ല കോടിയും പിടിച്ച് നടക്കുക. പിന്നെ അപ്പനപ്പന്മാര് വല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പൊ സർക്കാർ പറയുന്നത് വേക്കൻസി ഇല്ല എന്നാണ്. പക്ഷെ സ്റ്റുഡൻസ് ആവശ്യപ്പെടുന്നത് 50 സ്റ്റുഡൻസിന് ഒരു ടീച്ചർ എന്നുള്ളത് മാറ്റിയിട്ട് 25 സ്റ്റുഡൻസിന് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലേക്ക് വരണം. എയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് ടീച്ചേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട്. അതിന് പകരം PSC എഴുതിയവരെ നിയമിക്കണം എന്നുള്ള ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. യാതൊരു യോഗ്യതയും വേണ്ട, പ്രതിമാസം 4 ലക്ഷം രൂപയോളം ശമ്പളം ലഭിക്കും. ഏതാണ് ആ ജോലി എന്നല്ലേ? കേരള PSCയിൽ ഒരു മെമ്പർ ആകുക. 4.5 ലക്ഷം രൂപയാണ് PSC ചെയർമാന്റെ പ്രതിമാസ ശമ്പളം. PSC എന്ന് പറഞ്ഞ ബോർഡ് ഉണ്ടല്ലോ, അതിലിരിക്കുന്നവരുടെ സാലറിയാണ് 3 മുതൽ 4 ലക്ഷം രൂപ.
എടാ പ്രധാനമന്ത്രിക്ക് അത്രയ്ക്ക് സാലറി ഇല്ല, കലക്ടറിനുണ്ടോ അത്ര സാലറി? ഇത്രയും സാലറി മേടിക്കുന്ന എന്തിനറിയോ? ഫുള്ളി എക്സാംസ് ഒക്കെ ട്രാൻസ്പെറന്റ് ആയിട്ടും അതിലൊരു മിസ്റ്റേക്കും വരാൻ നടത്താൻ വേണ്ടി. 40 മാർക്ക് മേടിച്ചവനെ 1ാം റാങ്ക് ആക്കിയേക്കുന്നു. PSC മെമ്പർമാർക്ക് ഒരു മാസം 3,73,000 രൂപ ശമ്പളം. തീർന്നില്ല, വെറും 6 വർഷം PSC മെമ്പറായിരുന്നാൽ പിന്നീട് ആജീവനാന്തം 2.5 ലക്ഷം രൂപയോളം പ്രതിമാസം പെൻഷൻ. സിവിൽ സർവീസ് പരീക്ഷകൾ നടത്തുന്ന UPSC ചെയർമാനും പോലും പ്രതിമാസം ഇത്രയും ശമ്പളമില്ല. സൗകര്യങ്ങളാകട്ടെ, PSC ചെയർമാന് ഇഷ്ടമുള്ള വീട് വാടകയ്ക്കെടുക്കാം, വാടക സർക്കാർ നൽകും. ഇഷ്ടമുള്ള കാർ എടുക്കാം, ഡ്രൈവറുടെ ശമ്പളം ഉൾപ്പെടെ സർക്കാർ നൽകും. PSC മെമ്പർമാർക്കാകട്ടെ കാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജോബ് PSC മെമ്പർ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ PSC ചെയർമാൻ യോഗ്യത. PSCയിലുള്ള 21 അംഗങ്ങളിൽ പകുതി പേർക്കും യാതൊരുവിധ യോഗ്യതയും ആവശ്യമില്ല. രാഷ്ട്രീയമാണ് മാനദണ്ഡമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പലപ്പോഴും മാനദണ്ഡമാകുക ആ കൊടി പിടിച്ചുള്ള പരിചയം തന്നെയാണ്. വെറും 30 വയസ്സുള്ള CPMകാർ പോലും കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ PSC മെമ്പറായി. അതായത് 30 വയസ്സിൽ 3,73,000 രൂപ ശമ്പളം, വെറും 36 വയസ്സ് മുതൽ മരണം വരെ പ്രതിമാസം 2.25 ലക്ഷം രൂപ പെൻഷൻ, അതും പൊതു ഖജനാവിൽ നിന്ന്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC അംഗങ്ങളുള്ളത് വെറും 3.5 കോടി മാത്രം ജനസംഖ്യ വരുന്ന കേരളത്തിലാണ് 21 പേർ. സിവിൽ സർവീസ് പരീക്ഷകൾ നടത്തുന്ന UPSCയിൽ വെറും 9 അംഗങ്ങൾ മാത്രമാണുള്ളത്. പാർട്ടി കൊടിപിടിച്ച് നടക്കുന്ന അടിമയ്ക്ക് വേണ്ടി PSC പരീക്ഷ തന്നെ അട്ടിമറിക്കണം. 90-ലധികം PSC പരീക്ഷകളിലാണ് ക്രമക്കേട് നടന്നത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ പറയുന്നത്. മലയാളികളെ ശരിക്കും മണ്ടന്മാരാക്കുകയല്ലേ? കേരളത്തിലെ ഒരു ഉദ്യോഗാർത്ഥിക്ക് ജോലി കിട്ടാൻ വേണ്ടി റോഡിലിരുന്ന് മണ്ണ് തിന്നണമെങ്കിൽ എന്തിനാണ് ലക്ഷങ്ങൾ കൊടുത്ത് ഇങ്ങനൊരു സിസ്റ്റം? ഈ സമരം തുടങ്ങാൻ കാരണം എഡ്യൂക്കേഷൻ മിനിസ്റ്ററിന്റെ PS കാരണമാണ്. കാരണം ഞങ്ങളടുത്ത് പറഞ്ഞത്, നിങ്ങളുടെ 1ാം റാങ്കുകാരൻ ഇത്തവണ കയറില്ല, അടുത്ത തവണ കയറില്ല. അതാണ് അവരെ റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ എല്ലാവരും മാനസികമായിട്ട് തളർത്തി കരയിച്ച് അവിടെ നിന്ന് പുറത്ത് വരാനാണ് 1:25 നടപ്പിലാക്കി എന്തെങ്കിലും ചാൻസ് ഉണ്ടാവില്ല സാറേ ചോദിച്ചപ്പോൾ ഒരു വിലയില്ലാത്ത രീതിയിൽ നടപ്പിലാക്കാം, ഏത് സമയത്ത് നടപ്പിലാക്കാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് പറയാൻ മനസ്സില്ല എന്നാണ് പറഞ്ഞത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞങ്ങൾ വീണ്ടും സമരം കടുപ്പിക്കാൻ തന്നെയാണ് പോകുന്നത്. എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാം ആ ഒരു രീതിയിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ. പക്ഷേ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനെ അങ്ങനെ സംസാരിക്കണമെങ്കിൽ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പം തന്നെ PSCൻ്റെ അടുത്ത് സംസാരിക്കും. എല്ലാവർക്കും ജോലി കിട്ടട്ടെ, അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഗവൺമെന്റ് ചെയ്യണം. അപ്പൊ ഇത്രയും പേര് ഇവിടെ ജോലി കിട്ടാതെ ഇരിക്കുമ്പോൾ പോലും PSC പുതിയ എക്സാം നടത്തുവാണ്. അവര് എന്തിനാണ് സമരത്തിന് ആളെ കൂട്ടാനാണോ നിങ്ങൾ നടത്തുന്നത്? ഏത് സാധാരണക്കാരൻ്റെയും സ്വപ്നമാണ് PSC എഴുതിയാൽ രക്ഷപ്പെടുന്നുള്ള വിശ്വസ്തത, പഠിച്ചാൽ രക്ഷപ്പെടുന്നുള്ള വിശ്വസ്തത, അതൊന്നും ഇല്ലാതാക്കരുത് പ്ലീസ്.